ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് വൃശ്ചികം രാശിക്കാരായ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരുടെ 2023 ജനുവരി മാസത്തെ ഫലങ്ങളെ പറ്റിയാണ്. വൃശ്ചികം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ രാശിയാധിപനായ ചൊവ്വയുടെ നേരെയുള്ള ദൃഷ്ടി നിങ്ങളുടെ രാശിയുടെ മേൽ വീഴുന്ന സമയമാണ്. വൃശ്ചികം രാശിക്കാരുടെ രാശിയാധിപതിയും വൃശ്ചികം ലഗ്നത്തിൽ ജനിച്ചവരുടെ ലഗ്നാധിപതിയുമാണ് ചൊവ്വ. ശുക്രൻ 3-ാം ഭാവത്തിൽ നിന്നും 4-ാം ഭാവത്തിലേക്ക് രാശി മാറുന്നതും നിങ്ങൾക്ക് ഉത്തമമാണ്. 2-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധൻ നിങ്ങളുടെ വാക്കിന് നല്ല ബലം നൽകുന്നതും നിങ്ങളുടെ വാക്കുകൾ നിറവേറ്റാൻ സാധിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ലഭിക്കുകയും ചെയ്യും. 5-ാം ഭാവമായ പൂർവ്വപുണ്യസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നത് വളരെയധികം നല്ല ഗുണഫലങ്ങൾ നൽകുന്ന ഒന്നാണ്. ശനി എന്ന് പറയുന്ന ഗ്രഹം മാത്രമാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയിൽ ഇല്ലാത്തത്. ശനി അർദ്ധാഷ്ടമ ശനിയായിട്ടാണ് ജനുവരി മുതൽ നിങ്ങൾക്ക് സ്ഥിതി ചെയ്യുന്നതും. ശനി മകരത്തിൽ നിന്ന് കുംഭം രാശിയിലേക്ക് രാശി മാറുന്നു. കുംഭം എന്ന് പറയുന്നത് വൃശ്ചികത്തിന് 4-ാം ഭാവമായ സുഖസ്ഥാനമായിട്ടാണ് വരുന്നത്, കേന്ദ്രസ്ഥാനം. നിങ്ങളെ സംബന്ധിച്ച് ശനി എന്ന് പറയുന്ന ഗ്രഹം അർദ്ധാഷ്ടമ ശനിയായിട്ട് വരുന്നതിനാൽ അവരവരുടെ ജോലി, തൊഴിൽ, കർമ്മ മേഖലയിലും അതുപോലെ തന്നെ ദാമ്പത്യ കുടുംബ ജീവിതത്തിലും വിദ്യാഭ്യാസ മേഖലകളിലും എല്ലാം ചെറിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും സൃഷ്ടിക്കുന്ന ഒന്നാണ്. അതിനാൽ എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധയും കരുതലും അത്യാവശ്യം വേണ്ടുന്ന ഒരു കാലഘട്ടമാണ് മുന്നിലുള്ളത്. ഏത് പ്രവൃത്തി ചെയ്യുന്നതിന് മുൻപും വളരെ ആലോചിച്ചതിന് ശേഷം മാത്രമേ ഒരു തീരുമാനമെടുക്കാൻ പാടുള്ളൂ. അതായത് അർദ്ധാഷ്ടമ ശനി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും ആദ്യം ഒരു തടസ്സം നൽകിയതിന് ശേഷമാകും പിന്നീട് നിങ്ങൾക്ക് അത് വിജയത്തിലെത്തുക, ഗുണഫലങ്ങൾ ലഭിക്കുക. വൃശ്ചികം രാശിക്കാരായ നിങ്ങളുടെ കർമ്മഭാവത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹം സൂര്യനാണ്. സൂര്യൻ 15-ാം തീയതിയോടുകൂടി മകരം രാശിയിലേക്ക് എത്തുന്നു. ജനുവരിയുടെ ആദ്യ പകുതി നിങ്ങളെ സംബന്ധിച്ച് അവരവരുടെ ജോലി, തൊഴിൽ, കർമ്മ മേഖലകളിലൊക്കെ അനുകൂലമായ ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ വൃശ്ചികം രാശിക്കാരായ നിങ്ങളുടെ വിവാഹത്തിൻ്റെ കാര്യമെടുത്താൽ വിവാഹത്തിന് പൂർണ്ണമായിട്ടും വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ അനുഗ്രഹമുള്ള സമയമാണ്. അതിനാൽ നല്ല അനുകൂലമായ വിവാഹാലോചനകൾ, നല്ല ബന്ധങ്ങൾ വന്നു ചേരുന്ന സമയവുമാണ്. ധനപരമായ ബുദ്ധിമുട്ടുകൾ അധികം നിങ്ങൾക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയില്ല. കാരണം ധനാധിപതിയായ വ്യാഴം 5-ാം ഭാവത്തിലും ലാഭാധിപതിയായ ബുധൻ 2-ാം ഭാവത്തിലും സ്ഥിതി ചെയ്യുന്ന കാലഘട്ടമാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് മാത്രമാണ്, അത് അവരവരുടെ ആരോഗ്യകാര്യങ്ങളിലും അതുപോലെ തന്നെ നിങ്ങളുടെ മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിലുമൊക്കെ വളരെയധികം ശ്രദ്ധയും കരുതലും വേണം. അതുപോലെ തന്നെ വീട്, വാഹനം പുതുക്കി പണിയുന്നതിനും മാറ്റി വാങ്ങുന്നതിനുമൊക്കെ നിങ്ങൾ മുന്നിട്ടിറങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് കരുതലോടുകൂടി വേണം ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് ശനി അർദ്ധാഷ്ടമ ശനിയായിട്ട് നിൽക്കുന്നതിനാൽ അതിൻ്റേതായ പല തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാം. വിചാരിക്കുന്ന സമയത്ത് കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നടക്കണമെന്നില്ല. അതിനാൽ എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധ വേണം. 2-ാം ഭാവത്തിലുള്ള ബുധനും അതുപോലെ തന്നെ ചൊവ്വയുടെ ദൃഷ്ടിയും ഒക്കെ നിങ്ങൾക്ക് ബലം നൽകുന്നതിനാൽ നിങ്ങളുടെ കുടുംബ ദാമ്പത്യ ജീവിതത്തിലൊക്കെ വളരെയധികം അടുത്ത് ഇടപഴകുന്നതിനും മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുവാനുള്ള സാഹചര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സമയവുമാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നല്ല ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ട കാലഘട്ടമാണ്. വൃശ്ചികം രാശിക്കാരായ കുടുംബ സ്ത്രീകളെ സംബന്ധിച്ച് ജനുവരിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ അനുഭവത്തിൽ വരാം. ശനി 4-ൽ അർദ്ധാഷ്ടമ ശനിയായിട്ട് നിൽക്കുന്നതിനാലായിട്ടാണ് ഇങ്ങനൊരു ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവത്തിൽ വരുന്നത്. എന്നാൽ മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി അനുകൂലമായതിനാൽ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളായാലും അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള ഒരു ശക്തിയും കരുത്തും ലഭിക്കും. 4-ാം ഭാവം എന്ന് പറയുന്നത് സുഖസ്ഥാനമാണ്. അപ്പോൾ ശനി എപ്പോഴാണോ ഈ 4-ാം ഭാവത്തിൽ അർദ്ധാഷ്ടമ ശനിയായിട്ട് വരുന്ന കാലഘട്ടം, അത് അവരവരുടെ സുഖങ്ങൾക്കൊക്കെ ഒരു ചെറിയ ഹാനി വരുത്തുക, അതിന് തടസ്സം സൃഷ്ടിക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ആരോഗ്യകാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധയും കരുതലും അത്യാവശ്യം വേണ്ട കാലഘട്ടമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. വൃശ്ചികം രാശിക്കാരായ നിങ്ങളുടെ രാശിയുടെ ഒരു പൊതുഫലമാണിത്. നിങ്ങൾ ഓരോരുത്തരും രാശിഫലം മാത്രം നോക്കി മുന്നോട്ട് പോകരുത്. കാരണം രാശിഫലത്തിൽ ഗ്രഹങ്ങൾ പ്രതികൂല സ്ഥിതിയിൽ വരുന്ന സമയത്ത് ആ ഒരു രാശിയുടെ ആ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. എന്നാൽ അവരവരുടെ ജനന ജാതകത്തിൽ ലഗ്നം എന്നൊന്നുണ്ട്. ലഗ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്ന ദശകൾക്കാണ് 80% പ്രാധാന്യം. അതാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ അടിത്തറയും. ഇപ്പോൾ നിങ്ങളുടെ ജനന ജാതകത്തിൽ
ലഗ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ നല്ലൊരു ശുഭഗ്രഹത്തിൻ്റെ ദശയാണ് നടക്കുന്നതെങ്കിൽ ശനി അർദ്ധാഷ്ടമ ശനിയായിട്ട് വന്നാൽ പോലും ആ ഒരു ശനി ദോഷം നിങ്ങൾക്ക് പേരിന് മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ. അതിന് നിങ്ങൾ ഓരോരുത്തർ നിങ്ങളുടെ ജനന ജാതകം നോക്കി ഇപ്പോൾ നടക്കുന്ന ദശയും ദശാകാലങ്ങളും ഒക്കെ മനസ്സിലാക്കുക. അത്രമേൽ പാപനായ ബലഹീനനായ ഒരു ദശാനാഥൻ്റെ ദശയാണ് നിങ്ങൾക്ക് നടക്കുന്നതെങ്കിൽ ശനി അർദ്ധാഷ്ടമ ശനിയുടെ രൂപത്തിൽ ആ ഒരു രാശിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ദോഷഫലങ്ങൾ കൂടുതലായിട്ട് അനുഭവപ്പെടും. മറിച്ച് അത്രമേൽ പാപനല്ലാത്തൊരു ഗ്രഹത്തിൻ്റെ ദശയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അത്രമേൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയില്ല. അപ്പോൾ അവരവരുടെ ജാതകം പരിശോധിച്ച് ഇപ്പോൾ നടക്കുന്ന ദശയും ദശാകാലവും ഒക്കെ മനസ്സിലാക്കി അതിന് വേണ്ട പരിഹാരങ്ങൾ കൂടി ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വരാവുന്ന ദോഷഫലങ്ങൾ ഒരുപാട് കുറഞ്ഞ് ജീവിതത്തിൽ വളരെയധികം നല്ല മാറ്റങ്ങളും ഗുണാനുഭവങ്ങളും ഒക്കെ വന്നു ചേരുമെന്ന കാര്യത്തിൽ സംശയമില്ല. വൃശ്ചികം രാശിക്കാരായ നിങ്ങളുടെ ഒരു രാശിയുടെ പൊതുഫലമാണിത്. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അവരവരുടെ രാശിക്ക് മാത്രം ആ ഒരു രാശിഫലം മാത്രം നോക്കി മുന്നോട്ട് പോകരുത്. ആ ഒരു ജനന ജാതകത്തിലെ നമ്മളുടെ ദശയ്ക്കും വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കി നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് പോവുക. വൃശ്ചികം രാശിക്കാരായ നിങ്ങൾക്കെല്ലാവർക്കും ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 2023 ജനുവരി മാസത്തെ ഫലങ്ങളെപ്പറ്റിയാണ്. ധനുരാശിക്കാരായ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് എങ്ങനെയുള്ളൊരു ഫലങ്ങളാകും അനുഭവത്തിൽ ലഭിക്കുക എന്നതിനെപ്പറ്റി. ധനുരാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 7.5 ശനി പൂർണ്ണമായും വിട്ടുമാറി എന്നതാണ്. കഴിഞ്ഞ 7.5 വർഷക്കാലങ്ങളിൽ നിങ്ങളെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾക്കും ബുദ്ധിമുട്ടുകൾക്കും രോഗദുരിതങ്ങൾക്കും കടബാധ്യതകൾക്കും അതുപോലെ തന്നെ വിവാഹ ദാമ്പത്യ ജീവിതത്തിൽ പൊരുത്തക്കേടുകൾ, ആശയക്കുഴപ്പങ്ങൾ, വേർപിരിവുകൾ, അപമാനങ്ങൾ ഇതെല്ലാം നൽകിയ 7.5 ശനി കാലഘട്ടമാണ് വിട്ടുപോകുന്നത്. 2023 ജനുവരി മുതൽ ഇത്രയും നാൾ നിങ്ങളെ ബാധിച്ചിരുന്ന ദോഷം, ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ വിട്ടുപോകുന്നു എന്നതാണ്. ജനുവരി മാസം 4-ാം ഭാവത്തിൽ വ്യാഴം, ജന്മത്തിൽ ബുധൻ നിങ്ങളുടെ തൊഴിൽ, ജോലി, കർമ്മ മേഖലകളിൽ വളരെയധികം ഗുണഫലങ്ങൾ നൽകുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ജോലി മാറ്റം ആഗ്രഹിച്ചിരുന്നവർക്കും ജീവിതത്തിൽ ഒരു മുന്നേറ്റത്തിനായി പരിശ്രമിച്ചവർക്കും ആഗ്രഹിച്ചവർക്കുമൊക്കെ എല്ലാം വളരെ നല്ല ഗുണഫലങ്ങൾ അനുഭവത്തിൽ വന്നു ചേരുന്ന സമയം. ശനി 3-ാം ഭാവമായ മുന്നേറ്റ സ്ഥാനത്തേക്ക് പോകുന്നതും വളരെ ഉത്തമമാണ്. ഇത് നല്ല സ്ഥിരതയുള്ള ജീവിത ഉയർച്ചകൾ ലഭിക്കുന്നതിന് കാരണമാകും. ശുക്രൻ്റെ രാശിമാറ്റവും നിങ്ങളെ സംബന്ധിച്ച് വളരെ നല്ലതാണ്. ശുക്രൻ പൊതുവെ ധനുരാശിക്കാർക്ക് ശുഭനല്ലെങ്കിൽ കൂടി 3-ാം ഭാവത്തിലേക്ക് രാശി മാറുന്നത് നിങ്ങൾക്ക് ഗുണമാണ്. 6-ൽ ചൊവ്വ നിങ്ങളുടെ ശത്രുതകളെ, എതിർപ്പുകളെ, രോഗദുരിതങ്ങളെ, കടബാധ്യതകളെയെല്ലാം നിങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു സമയം. 5-ൽ രാഹു, 11-ൽ കേതു ഇതും നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങൾ നൽകുന്ന ഒന്നല്ല. സൂര്യൻ 2-ാം ഭാവത്തിലേക്ക് രാശി മാറുകയും ചെയ്യുന്നു. 9-ാം ഭാവമായ ഭാഗ്യസ്ഥാനത്തിൻ്റെ അധിപതിയാണ് സൂര്യൻ. സൂര്യൻ രാശി മാറി വരുന്ന ഈ ഒരു കാലഘട്ടം നിങ്ങളിൽ പലർക്കും ഒരു സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ളൊരു ഭാഗ്യവും സർക്കാർ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ഗുണഫലങ്ങളും, അതായത് ഒരു സ്ഥാനക്കയറ്റം ഒക്കെ ലഭിക്കാവുന്ന ഒരു സമയമാണ്. അതല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ഒരു സ്ഥാനമാറ്റം ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. നല്ല നല്ല അവസരങ്ങൾ നിങ്ങളെ തേടി വരികയും അതുപോലെ അവസരങ്ങൾ തേടി നിങ്ങൾ ചെന്നാൽ അത് നിങ്ങൾക്ക് അനുകൂലമായി മാറുകയും ചെയ്യും. ശനി രാശി മാറുന്ന ജനുവരി 17-ന് ശേഷം വിവാഹ കാര്യങ്ങൾക്കും വളരെ അത്യുത്തമമാണ്. കഴിഞ്ഞ 7.5 ശനി കാലങ്ങളിൽ കോടതി കേസ് വഴക്കുകളുമായി വിവാഹബന്ധം വേർപിരിഞ്ഞ് പോയവർ നിരവധിയാണ്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് രണ്ടാമതൊരു നല്ല വിവാഹ ദാമ്പത്യ ജീവിതത്തിനുള്ള യോഗവും ഭാഗ്യവും വന്നു ചേരും. ധനുരാശിക്കാരായ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ല രീതിയിൽ പരിശ്രമിച്ചിട്ടും അതിനൊത്ത പ്രതീക്ഷയ്ക്കൊത്ത ഗുണഫലങ്ങൾ ലഭിക്കാത്ത കാലങ്ങളിലൂടെയാണ് കടന്നു വന്നത്. പലരും തങ്ങൾക്ക് ഭാഗ്യമില്ലെന്ന് സ്വയം വിശേഷിപ്പിച്ച അവസ്ഥയും അതുപോലെ തന്നെ പ്രധാന സമയങ്ങളിലൊക്കെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടിയവരും ചുരുക്കമല്ല. 2023 ജനുവരി മുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഗുണഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നു ചേരുന്ന സമയമാണ്. പുതിയ കോഴ്സുകൾക്ക് ചേരുന്നതിനും വിദേശ പഠനത്തിനും ഒക്കെ ഭാഗ്യമുള്ള സമയം. കഴിഞ്ഞ കാലങ്ങളിൽ പലരും സമ്പാദിച്ച പണം കൂടുതലായും ചിലവഴിക്കേണ്ടി വന്നത് ചികിത്സകൾക്കായിട്ടായിരുന്നു എന്നതും ഒരു സത്യമാണ്.
പലരും ദീർഘനാളുകളായിട്ടുള്ള പല ചികിത്സകൾക്കും ആശുപത്രികളിൽ തങ്ങുകയും അതുപോലെ ചികിത്സകളൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ധനം നഷ്ടപ്പെട്ട അവസ്ഥയും അതുപോലെ തന്നെ പല വിധത്തിലുള്ള രോഗങ്ങളാൽ വേദനകൾ അനുഭവിച്ച കാലഘട്ടത്തിൽ കൂടെയാണ് പലരും കടന്നു വന്നിട്ടുള്ളത്. നിങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം ലഭിക്കുന്ന, ഇതൊക്കെ നിങ്ങളെ വിട്ടുമാറുന്ന സമയമാണ് 2023 ജനുവരി മുതലുള്ള കാലഘട്ടം. ആദ്യം നിങ്ങളുടെ മനസ്സിന് നല്ലൊരു ഉണർവും ഉന്മേഷവും ഒക്കെ കൈവന്നു ചേരും. ധനുരാശിക്കാരായ കുടുംബ സ്ത്രീകളെ സംബന്ധിച്ച് വളരെയധികം ആശ്വാസവും സന്തോഷവും ഒക്കെ വന്നു ചേരുന്ന കാലഘട്ടമാണ്. ഇത്രയും നാൾ അനുഭവിച്ചിരുന്ന പല പ്രശ്നങ്ങളും നിങ്ങളെ വിട്ടുമാറിപ്പോകുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും. നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങൾക്കൊരു സഹായം ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന കാലഘട്ടമാണ്. ധനുരാശിക്കാരായ പ്രായമായ വ്യക്തികളെപ്പറ്റി നോക്കുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ചു വന്ന എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും മുക്തി ലഭിച്ച് മുന്നോട്ടുള്ള കാലഘട്ടം സന്തോഷവും സമാധാനത്തോടുകൂടിയുമൊക്കെ ജീവിച്ചു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യവും ഭാഗ്യാനുഭവങ്ങളും ഒക്കെ വന്നു ചേരും. ധനുരാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് പൊതുവെ പറയണമെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു നല്ല കാലഘട്ടത്തിൻ്റെ തുടക്കം, ഒരു നല്ല ആരംഭം എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ധൈര്യമായിട്ട് എന്ത് കാര്യവും ചെയ്ത് മുന്നോട്ട് പോകാം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ചെയ്ത് പൂർത്തിയാക്കാൻ സാധിക്കാത്ത പല ആഗ്രഹങ്ങളും നിങ്ങൾ ചെയ്തു വെച്ചതിൻ്റെ ഫലവും ഗുണഫലവുമൊക്കെ അപ്രതീക്ഷിതമായി നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത് എന്നതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയും നാൾ അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഈശ്വരൻ നിങ്ങളെ പുതിയ ഒരു നല്ല ജീവിതത്തിലേക്ക്, നല്ല ഒരു ഭാഗ്യാനുഭവങ്ങളിലേക്ക്, ജീവിത ഉയർച്ചയിലേക്കൊക്കെ കൈപിടിച്ച് നടത്തുന്ന സമയമാണ് മുന്നോട്ടുള്ളത്. അതുകൊണ്ട് ധൈര്യമായി എല്ലാ കാര്യത്തിനും മുന്നിട്ടിറങ്ങുക. സർവ്വ ഐശ്വര്യങ്ങളും ജീവിത വിജയങ്ങളും നിങ്ങൾക്കുണ്ടാകും. ധനുരാശിക്കാരായ നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ ഈ കാലഘട്ടങ്ങളിൽ പരിശോധിക്കുക. നിങ്ങളുടെ ജനന ജാതകത്തിൽ ലഗ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ദശകൾക്കും അത്രമേൽ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കുക. രാശിഫലം മാത്രം നോക്കി മുന്നോട്ട് പോകരുത്. ഒരു രാശിയിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരാണ് ഉള്ളത്. എല്ലാവർക്കും ഒരേ ഫലമല്ല അനുഭവത്തിൽ വരുന്നത് എന്നുകൂടെ മനസ്സിലാക്കുക. അതിനാൽ അവരവരുടെ ജനന ജാതകത്തിൽ ലഗ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ദശകൾക്ക് അത്രമേൽ പ്രാധാന്യമുണ്ട്. നിങ്ങളുടെ ജനന ജാതകവും കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോവുക. സ്വന്തം ജനന ജാതകത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിന് വേണ്ട പരിഹാരങ്ങൾ കൂടെ ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഈ രാശിയിൽ ഇത്ര നല്ലൊരു കാലഘട്ടം വരുന്നതും ഏഴരശനി വിട്ടുമാറുന്നതുമെല്ലാം നിങ്ങൾക്ക് വളരെയധികം നല്ല ഗുണങ്ങൾ അനുഭവത്തിൽ ലഭിക്കാൻ ജീവിതത്തിൽ ഉണ്ടാകാൻ ഇടയാക്കും. അതിന് നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ജനന ജാതകം പരിശോധിച്ചാൽ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ധനുരാശിക്കാരായ നിങ്ങൾക്കെല്ലാവർക്കും ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് മകരം രാശിക്കാരുടെ 2023 ജനുവരി മാസത്തെ ഫലങ്ങളെ പറ്റിയാണ്. മകരം രാശിക്കാരായ നിങ്ങളുടെ ജനുവരി മാസത്തെ ഗ്രഹസ്ഥിതി നോക്കുകയാണെങ്കിൽ ബുധൻ 12ാം ഭാവത്തിൽ, ശുക്രൻ രാശിയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. 22ാം തീയതിയോടുകൂടി രാശി മാറുകയും ചെയ്യുന്നു. ശനി ജനുവരി 17 രാശി മാറി മകരത്തിൽ നിന്നും കുംഭത്തിലേക്ക് ജന്മശനി ദോഷം വിട്ട് പാദശനിയായിട്ട് വരുന്ന കാലഘട്ടവുമാണ്. ശനിയും ശുക്രനും 2ാം ഭാവത്തിൽ ഒരുമിച്ച് സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം. ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹമാണ് മകരം രാശിക്കാരായ നിങ്ങളുടെ തൊഴിൽ കർമ്മഭാവത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന കർമാധിപനായ ഗ്രഹം. മകരം രാശിക്കാരെ സംബന്ധിച്ച് ജോലിയില്ലാത്ത ഒരവസ്ഥയല്ല, മറിച്ച് ചെയ്യുന്ന ജോലി തൊഴിൽ കർമ്മമേഖലകളിൽ അനുഭവിച്ചു വന്ന നേരിടേണ്ടി വന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമാണ് നിങ്ങളെ വിഷമിപ്പിച്ച ഏറ്റവും വലിയ കാര്യം. പലർക്കും ഒരു തൃപ്തിയില്ലാത്ത അവസ്ഥയാണ്. അത് മേലധികാരികളിൽ നിന്നുള്ള ഒരു സമ്മർദ്ദമാണെങ്കിലും ജോലിയിൽ അനുഭവപ്പെട്ട ജോലി ഭാരക്കൂടുതലാണെങ്കിലും പല കാര്യങ്ങളാണ് അതിനു പിന്നിൽ. അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾക്കും ഒരു കുറവ് അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. ഒരു നല്ല ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിനുള്ള ഒരു സാധ്യത തെളിഞ്ഞു വരുന്ന കാലഘട്ടവും ജോലി ഭാരം കുറയുകയും ജോലിയിലുള്ള സ്ട്രെസ്സ്, സമ്മർദ്ദം ഇതൊക്കെ നിങ്ങളെ വിട്ടുമാറുന്ന ഒരു സമയവുമാണ്. ജനുവരി മാസം മകരം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് തൊഴിൽ കർമ്മ മേഖലകളിൽ നിങ്ങൾക്കൊരാശ്വാസം ലഭിക്കുന്ന ഒരു നല്ല സമയമാണെന്ന് പറയാം. വിവാഹ കാര്യങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ വ്യാഴം 3ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് അത്ര നല്ലതല്ല. മകരം രാശിക്കാർക്ക് വ്യാഴം അത്ര ഗുണഫലങ്ങൾ നൽകുന്ന ഗ്രഹമല്ല. എന്നിരുന്നാലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി 7ാം ഭാവത്തിൽ വീഴുന്നത് ഉത്തമമാണ്.
ശുക്രൻ 2ലേക്ക് രാശി മാറുന്നതും ചൊവ്വയുടെ 5ാം ഭാവത്തിലെ സ്ഥിതിയും രാഹുവിൻ്റെ 4ാം ഭാവത്തെ സ്ഥിതിയും ഒക്കെ, അതുപോലെ തന്നെ ഏഴരശനിയുടെ അവസാന കാലഘട്ടമായ പാദശനി ആയതിനാലും വിവാഹ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അത്രമേൽ വലിയ പ്രശ്നങ്ങളൊന്നും അനുഭവപ്പെട്ടില്ലെങ്കിലും ചെറിയ തടസ്സങ്ങളും അലച്ചിലുകളും ഒക്കെ അനുഭവപ്പെടാം. അതിനുശേഷമായിരിക്കും നല്ലൊരു വിവാഹ ബന്ധം വന്നു ചേരുക തന്നെ. കൊണ്ട് നല്ല രീതിയിൽ പരിശ്രമിക്കുക. സ്വന്തം ജനന ജാതകത്തിൽ നല്ലൊരു ദശാകാലമാണ് നടക്കുന്നതെങ്കിൽ അത്ര വലിയ ബുദ്ധിമുട്ടുകളൊന്നും വിവാഹ കാര്യത്തിൽ അനുഭവപ്പെടുകയില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ സ്വന്തം ജനന ജാതകം പരിശോധിച്ച് നിങ്ങളത് അറിയേണ്ടതുണ്ട്. കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും വേർപിരിവുകളും ഒക്കെ അനുഭവിച്ചവരാണ് മകരം രാശിക്കാർ. അങ്ങനെയുള്ള നിങ്ങൾക്ക് അതിനെല്ലാത്തിനും ഒരു പരിഹാരം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. പൂർണ്ണമായ ഒരു പരിഹാരം ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ അത്രമേൽ അത് പൂർണ്ണതയിൽ ലഭിക്കില്ല. കാരണം ഏഴരശനി പൂർണ്ണമായും വിട്ടുമാറാതെ പാദശനിയായിട്ട് നിൽക്കുന്നത് കൊണ്ട്. എന്നാലും ജന്മശനി വിട്ടുമാറിയതിനാൽ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു ഗുണാനുഭവം വന്നു ചേരും. ഈ ഒരു ജന്മശനി നിങ്ങളെ വിട്ടുമാറിയത് കൊണ്ട് ഒരു 70% ഏഴരശനിയുടെ ബുദ്ധിമുട്ട് നിങ്ങളെ വിട്ടുമാറി എന്നതും വലിയൊരു ആശ്വാസമാണ്. മകരം രാശിക്കാരായ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരു നല്ല രീതിയിലൊരു ആത്മവിശ്വാസമൊക്കെ വന്നു ചേരുന്ന കാലഘട്ടമാണ്. ആരോഗ്യകാര്യങ്ങളെപ്പറ്റി നോക്കുകയാണെങ്കിൽ ജന്മശനി വിട്ടുമാറിയത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു മുക്തി മോചനം ലഭിക്കുന്ന സമയമാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഭവിച്ചു വന്ന ഒരു മനസ്വസ്ഥത കുറവ്, ടെൻഷൻ, ഉറക്കമില്ലായ്മ, മാനസികമായിട്ട് അനുഭവിച്ച മറ്റു പല വിഷമങ്ങൾ, ഇതൊക്കെ നിങ്ങളെ വിട്ടുമാറുന്ന ഒരു സമയമാണിത്. ജന്മശനി വിട്ടുമാറിയത് തന്നെ ഏറ്റവും വലിയൊരു ആശ്വാസമാണ് മകരം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച്. ഭക്ഷണ കാര്യങ്ങളിൽ മാത്രം നിങ്ങൾ അല്പം ശ്രദ്ധിക്കുക. കാരണം ദഹന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. അങ്ങനെ എന്തെങ്കിലും വന്നാൽ തന്നെ അത് ഒരുപാട് നാൾ നിലനിൽക്കുകയില്ല, പെട്ടെന്ന് തന്നെ വിട്ടുമാറുകയും ചെയ്യും. മകരം രാശിക്കാരായ കുടുംബ സ്ത്രീകളെ സംബന്ധിച്ച് കുടുംബത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ട ഒരു കുടുംബ ഭാരവും മാനസിക സമ്മർദ്ദവും കുടുംബത്തിലെ പ്രശ്നങ്ങളും ഇതൊക്കെ ഒരു 60% കുറഞ്ഞ് നിങ്ങൾക്കൊരല്പം ഒരു നല്ലൊരു കുടുംബാന്തരീക്ഷവും ഒരു മനസ്സമാധാനവും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയവുമാണ് 2023 ജനുവരി. മകരം രാശിക്കാരായ പ്രായമുള്ള വ്യക്തികളെ സംബന്ധിച്ച് നോക്കിയാൽ ജന്മശനി കാലഘട്ടത്തിൽ അത്രമാത്രം ആരോഗ്യ പ്രശ്നങ്ങളും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കുടുംബത്തിൽ സ്വസ്ഥതക്കുറവും ഒക്കെ അനുഭവിച്ചവരാണ് നിങ്ങൾ. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ ജന്മശനി വിട്ടുമാറിയതിനാൽ നല്ലൊരു പുരോഗതിയും മനസ്സിനൊരു സന്തോഷവും പുത്തൻ ഉണർവും ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. മകരം രാശിക്കാരായ പലരെയും സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ട് ഒരു സ്ഥലം വാങ്ങുന്നതിനും ഒരു ഗൃഹനിർമ്മാണത്തിനും പഴയ വാഹനം മാറ്റി വാങ്ങിക്കുന്നതിനുമുള്ള ഒക്കെ ഒരു യോഗവും അവസരങ്ങളും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയവും കൂടിയാണ്. നിങ്ങളെ സംബന്ധിച്ച് ഏഴരശനിയുടെ അവസാന കാലഘട്ടമായതിനാൽ ശനി ദോഷം ഒരു 70% കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഒക്കെ നിങ്ങളെ സംബന്ധിച്ച് വളരെ അനുഗ്രഹം നൽകുന്ന ഒരു കാര്യങ്ങളാണ്. മകരം രാശിക്കാരായ നിങ്ങൾക്കെല്ലാവർക്കും ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.